ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്പൈ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സഞ്ചരിക്കുന്ന പാതയെന്ന് പറഞ്ഞാൽ തിരുവല്ല കോഴഞ്ചേരി റൂട്ടാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാർ അധിവസിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം തിരുവല്ല. ഏറ്റവും കൂടുതൽ ബാങ്കുകളുടെ ബ്രാഞ്ച് ഉള്ള സ്ഥലം ആണ് പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന സ്ഥലം. ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാങ്കുകളുടെ ബ്രാഞ്ചുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും സമ്പന്നന്മാർ അധിവസിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം കൂടാണ്. ഏറ്റവും കൂടുതൽ വിദേശ സമ്പാദ്യം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പുല്ലാട് എന്ന സ്ഥലം. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അത് വേണ്ട രീതിയിൽ മെച്ചപ്പെടുത്തി എടുത്തില്ല എന്ന് വേണമെങ്കിൽ പൊതുവായിട്ട് നമുക്ക് പറയാം. അതിൻ്റെ വികസനം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനേക്കാളും ഒരു പടി മുൻപിൽ നമുക്ക് വേണമെങ്കിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ മെച്ചപ്പെടുത്തി എടുക്കാമായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പഴയ അവസ്ഥയും ഏകദേശം ഒരുപോലൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പറയും പത്തനംതിട്ട ജില്ലയുടെ റെയിൽവേ സ്റ്റേഷനാണെന്ന്, പക്ഷേ വലിയ മെച്ചമൊന്നും അതിൻ്റെ അത് നല്ല രീതിയിലൊന്നും കാഴ്ചവെച്ചിട്ടില്ല. ഈ മുകളിൽ കാണുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ അവസ്ഥയും ഗതിയൊക്കെ ഒന്ന് കാണണമായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു വണ്ടി ഞെരുങ്ങി ഇറങ്ങി വരുന്നത്. ഇപ്പോൾ അതിൻ്റെ വലിയ മാറ്റം ഈ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകാം ഇതിനകത്തൂടെ എങ്ങനെയാണ് ഒരു വണ്ടി പാസ് ചെയ്ത് പൊക്കോണ്ടിരുന്നതെന്ന്. ഇപ്പം ശരിക്കും ഒരു ചെറിയ എറണാകുളം മോഡലിൽ തിരുവല്ല ശരിക്കും വളരുന്നുണ്ട്. ശരിക്കും ഫ്ലാറ്റുകളും ജോലി സാധ്യതകളും ഒക്കെ ഏറി വരുന്നൊരു സ്ഥലമാണ് ഇപ്പം തിരുവല്ല എന്ന് പറയാം. പത്തനംതിട്ട ജില്ലയുടെ വേണമെങ്കിൽ പറയാം ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രീതിയിലൊന്നും കൃഷികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പുറത്തുള്ള കാണുന്ന കാഴ്ചകളൊക്കെ. ഉള്ള ഏരിയകളിൽ ഇനി എങ്ങനെയാണെന്നുള്ള വ്യക്തമായുള്ള അറിവുകളില്ല. എന്നാലും പറയാം, പഴയ രീതിയിലുള്ള കൃഷികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം വലിയ വലിയ മാളുകളും അതുപോലെ അമ്പരചുംബികളെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് വന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ റോഡുകളിലൂടെ പോകുമ്പോൾ. വളരെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. റോഡുകൾക്ക് വളരെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പഴയ റോഡുകളിൽ നിന്ന് വളരെയേറെ ഭേദം ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളൊക്കെ. ഇതൊക്കെ ശരിക്കും വസ്തുക്കളൊക്കെ എടുത്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു നേരത്തെ. ഈ ശരിക്കും ഹൈവേകളും പണിയാനുള്ള രീതിയിലൊക്കെ ഇപ്പം ശരിക്കും ഒരു കൊറോണ കാലഘട്ടം ശരിക്കും മനുഷ്യനെ അലട്ടുന്നുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് റോഡുകളിൽ. പഴയ തിരക്കുകളൊന്നും ഇപ്പോൾ തിരുവല്ലയിലോ കോഴഞ്ചേരി ഭാഗങ്ങളിലോ ഒന്നും കാണാനില്ല. നേരത്തെ എന്ന് പറയാൻ വണ്ടിയൊന്നും അനക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളായിരുന്നു. ഇപ്പം കൊറോണ ശരിക്കും മനുഷ്യനെ ബാധിച്ചു തുടങ്ങി എന്നിപ്പോഴാണ് ആളുകൾക്കും മനസ്സിലാവുന്നത്, മറ്റുള്ളവർക്കും മനസ്സിലാക്കി തുടങ്ങിയത്.
ആലപ്പുഴ ജില്ലയുമായിട്ട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലം എന്ന സ്ഥിതിക്ക് തിരുവല്ലയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുകളും കണ്ടങ്ങളും കൃഷിയോഗ്യമായ സ്ഥലങ്ങളുമുള്ള സ്ഥലം വേണമെങ്കിൽ പറയാമല്ലോ തിരുവല്ല. നെൽകൃഷിയുടെ ഈ ഇറ്റിലോ എന്നൊക്കെ പറയുന്ന പോലെ ആലപ്പുഴയെ പോലെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു തിരുവല്ല. ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിലുള്ള വീടുകളൊന്നും കാണാനേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ റോഡുകളിലൂടെ പോകുമ്പം പരമ്പരാഗതമായ രീതിയിലുള്ള വീടുകളും ഓട് പതിച്ച ആ ഒരു ഭവനമൊക്കെ കാണുമ്പോൾ പ്രത്യേക രസമായിരുന്നു. നമ്മുടെ കേരള തനിമ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ അമ്പര ചുംബികൾ എന്നൊക്കെ പറഞ്ഞ പോലെ വൻ കെട്ടിടങ്ങളും റോഡ് നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ മരങ്ങളും ഇതൊക്കെ മാത്രമേ കാണാനുള്ളൂ. ശരിക്കും മനുഷ്യന് ഒരു മാറ്റം വന്നു എന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കും മനുഷ്യൻ്റെ കയ്യിൽ പൈസയാകുമ്പോൾ മനുഷ്യൻ എങ്ങനെ മാറുന്നുവെന്ന്. എല്ലാവർക്കും ഇപ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്കാണ് ആൾക്കാരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തനിമ എന്താണെന്ന് അവർ ശരിക്കും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോൾ മുമ്പിൽ പോകുന്ന വണ്ടിയുടെ ഒരു പരിപാടി കണ്ടോ? എങ്ങോട്ടാ ഇൻഡിക്കേറ്റർ ഇട്ട് എങ്ങോട്ടാ ഒതുക്കേണ്ടതെന്ന് അവന് പോലും അറിയാത്ത രീതിയിൽ അവൻ വണ്ടി ഓടിക്കുന്നു. എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പോലും അറിയാത്ത കുറേ ജനതയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ സ്വയം ബോധത്തോടെ അവൻ ചെയ്യുമായിരുന്നു. അവന് കുഴപ്പം വല്ലതും ഉണ്ടോ? ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായ എന്തുവായും പുറകിൽ നിന്ന് വണ്ടി ഇടിച്ചു എന്നുള്ള രീതിയിലായതിനെ. ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. എത്രയോ നല്ലതായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിലെന്ന് അവരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള വണ്ടിക്കാർ ഇറങ്ങിക്കോളും. ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
ഇത്രയും കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്?